എനിക്ക് ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി വന്നതല്ല, മോഡലിംഗ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും പണ്ടുതൊട്ട് പറയുന്നതാണ് മിസ് ഇന്ത്യ മത്സരങ്ങൾ. ചെറുപ്പം തൊട്ടേ മേ ബി ഒരു 4ാം ക്ലാസ് തൊട്ട് എനിക്ക് ഇഷ്ടമാണ്. അന്നേരം തൊട്ടുള്ള ആഗ്രഹങ്ങളാണ് മോഡലിംഗ്, റാമ്പ് വാക്ക്, മിസ് ഇന്ത്യ മത്സരമൊക്കെ. അന്നേരം തൊട്ടുള്ള പേപ്പർ കട്ടിങ്സ് എൻ്റെ വീട്ടിലുണ്ട്. ഒരു മേ ബി ഈ പറഞ്ഞിരിക്കുന്ന ഒരു റൂമിൽ ഓൾമോസ്റ്റ് ഒരു കോർണറിൽ നിറയെ പേപ്പർ കട്ടിങ്സ്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആക്ച്വലി അതിനോട് ഭയങ്കര മേ ബി ആ ഒരു റാമ്പ് വാക്ക് അല്ലേ, എനിക്ക് റാമ്പ് വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഫാഷൻ ഷോസിൽ ഞാൻ പോകുമ്പോഴും ഷോ സ്റ്റോപ്പേഴ്സ് ആയിട്ട് വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു ഷോ ഉണ്ടായിരുന്നു വേണ്ട. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം. ബട്ട് സി എനിക്ക് അതുകൊണ്ട് പാഷനായിരുന്നു. സിനിമ യാദൃശികമായിട്ട് വന്നു ചേർന്നൊരു കാര്യമായിരുന്നു. സോ ഫോർ മീ ഈ പറഞ്ഞിരിക്കുന്ന ബ്യൂട്ടി പേജൻസ് വാസ് എ വേ, ഈ സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു. സിനിമ വന്നു ചേർന്നു, സിനിമ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എനിക്ക് സിനിമകളോടാണ് കൂടുതൽ ഇഷ്ടം, സിനിമകൾ കൂടുതൽ ചെയ്യണം. അപ്പം ഇടയ്ക്ക് ഞാൻ പണ്ടൊക്കെ മേ ബി രക്ഷാധികാരി, മെഴുതിരി അത്താഴം, ഡാർവിൻ്റെ പരിണാമം, തീർപ്പ്, ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ മിസ്സിൻ്റെ മത്സരത്തിന് പോകുമായിരുന്നു. ഓരോ മിസ് സൗത്ത് ഇന്ത്യ, മിസ് ഇന്ത്യ, അതായത് ഒരു സിനിമ ചെയ്തിട്ട് പോകും. സാധാരണ പാർട്ടിസിപ്പൻസ് മത്സരം കഴിഞ്ഞ് സിനിമയിൽ വന്ന ഒരിക്കലും തിരിച്ചു പോകാറില്ല മത്സരത്തിലേക്ക്. ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു. വന്ന വഴി എനിക്ക് അല്ല, എനിക്കത് ഇഷ്ടമായിരുന്നു. അപ്പം ഇപ്പം ആസ് ഓഫ് നൗ ഐ എം ഫോക്കസിങ് ഓൺ സിനിമ. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്യണം. എനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്നിരിക്കുന്ന റോൾസ് കിട്ടിയാൽ എനിക്കത് നന്നായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റണം. ഇതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. ഈ സിനിമ ഇല്ലെങ്കിൽ അഷ്കർ എന്താകുമായിരുന്നു ആണ് എൻ്റെ ചോദ്യം. ഈ പറഞ്ഞ ഇനിയിപ്പോൾ കുറച്ചും കൂടെ നല്ല വേഷങ്ങളൊക്കെ കിട്ടുമായിരിക്കും. കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പറഞ്ഞ പോലെ എൻ്റെ പൊന്നു മച്ചാനെ ഓപ്പണായിട്ട് ഒരു പരിപാടി അറിയത്തില്ല, പെട്ട് നിൽക്കുന്ന സീനല്ലേ സിനിമ. എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടൈം തൊട്ടുള്ള ആഗ്രഹമാണ് സിനിമ, വേറൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ വേറെ പരിപാടി പോലീസ് ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല. ഫാദറൊക്കെ ബിസിനസ്സുകാരനാണ്. 10ാം ക്ലാസ് തോറ്റാൽ ബിസിനസ് പരിപാടിയാണ്. 10ാം ക്ലാസ് തോറ്റു, അതൊക്കെ കഥകളൊക്കെ പറയാം. അവിടെ നിന്ന് ജയിച്ച് അങ്ങനെയൊക്കെ എത്തി മാരാസ് കോളേജിൽ എത്തി നമുക്ക് സിനിമ മാരാസ് കോളേജിൽ പഠിച്ചാൽ സിനിമയിൽ അഭിനയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മാരാസ് കോളേജിലെത്തി, എറണാകുളം മാരാസ് കോളേജിലെത്തി, ചാൻസ് ഒന്നുമില്ല. നമുക്ക് ആ സിനിമ മാത്രമേ അറിയുള്ളൂ. ഒരുപാട് പേര് തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വഴക്ക് പറയുന്നത് സിനിമയിൽ വേറെ പരിപാടി അറിയത്തില്ല. ഇപ്പം നമ്മളെത്തോ ഇല്ലെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം ഞാൻ കൊറോണ ടൈമിൽ ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് ഞാൻ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഫാമിലി ഉണ്ടായിരുന്നു, വൈഫ്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഡബ്ബിങ് പരിപാടി എനിക്ക് കിട്ടി. സൗണ്ട് എന്തോ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡബ്ബിങ്ങിന് കിട്ടി. അത് വെച്ചിട്ടാണ് അത്യാവശ്യം ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. അത് എന്തായാലും സിനിമ നായകനെന്നോ വില്ലനെന്നോ ഒന്നുമില്ല. സിനിമയിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ന് പോകുക എന്നുള്ളത് വളരെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഡബ്ബിങ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.